യുദ്ധതന്ത്രങ്ങൾ പൊതുവെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചാണ്. അമേരിക്കയ്ക്ക് എങ്ങനെയെല്ലാം ഇറാനെ നശിപ്പിക്കാനാവും, എങ്ങനെയെല്ലാം ഇറാനെ ഞെരുക്കാനാവും, എങ്ങനെയെല്ലാം അമേരിക്കയ്ക്ക് ഇറാൻ്റെ ഭൂമി പിടിച്ചെടുക്കാനാവും, ഏതെല്ലാം രീതിയിൽ ഇറാൻ്റെ ഭരണ നേതൃത്വത്തിൽ മാറ്റം കൊണ്ടുവരാനാവും എന്നതിനെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ വളരെ വലിയ തോതിൽ ചർച്ച ചെയ്തു. മറുവശത്ത് ഇറാൻ ഉള്ളിൽ ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ഇറാൻ വാസ് ഗിയറിംഗ് അപ്പ് ഫോർ ദിസ് ഇവൻച്വാലിറ്റി. എത്ര വർഷമായിട്ട്? 1979 മുതൽ എത്ര വർഷമായി? 89, 99, 2009, 2019, 2020, 47 വർഷമായി ഇറാൻ ഈ നിമിഷം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഏതാണ്ട് 28 ഫെബ്രുവരി 2026 ഈ ദിവസം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും, ഒരു ആക്രമണം ഉണ്ടാകും. ഇസ്രായേലിൽ നിന്ന് മാത്രമല്ല, അമേരിക്കയുടെ ഒരു ഓൾ ഔട്ട് അറ്റാക്ക് ഇറാൻ നേരെ ഉണ്ടാകുമെന്ന അറിവ് ഈ 1979 മുതലുള്ള ദീർഘമായ 47 സംവത്സരവും ഇറാൻ ഉണ്ടായിരുന്നു. അതനുസരിച്ച് തലമുറകളെ ഈ യുദ്ധത്തിലേക്ക് പരുവപ്പെടുത്തി എടുക്കുകയായിരുന്നു ഇറാൻ എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ഇറാൻ യുദ്ധത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം വികേന്ദ്രീകരിച്ചു. 31 പ്രവിശ്യകളിലേക്ക് കമാൻഡർമാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി അയക്കുകയാണ്. നിങ്ങൾ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഉടനെ തന്നെ വെടിനിർത്താൻ കഴിയാതെ പോയത്. കമ്മ്യൂണിക്കേഷൻ, ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സാധ്യമാകാതെ വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പരമ്പരാഗതമായ യുദ്ധമുറയല്ല ഇറാഖിലെ സദ്ദാം ഹുസൈൻ 2 പതിറ്റാണ്ട് മുമ്പ് നടത്തിയ യുദ്ധമുറയല്ല ഇറാൻ്റെ നേതൃത്വം നടത്തിയത്. അത് മാത്രമല്ല, ഇത് ഓൾ എൻകംപസിങ് ഒരു ബോഡിയായ IRGC, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ്, ഈ ഒരു സമിതി എല്ലാ മേഖലയിലും ഇറാൻ്റെ ഉള്ളിലെ എല്ലാ വിഭാഗത്തിലേക്കും, സൈന്യം മാത്രമല്ല, സമ്പദ്രംഗം മാത്രമല്ല, മതം, സമ്പദ്രംഗം, വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുജീവിതം എന്നു വേണ്ട എല്ലാ ഇടങ്ങളിലേക്കും വ്യാപിച്ച ഒരു സിസ്റ്റമാണ് IRGC ഡോമിനേറ്റഡ് സിസ്റ്റം. IRGCയുടെ എലീറ്റ് വിഭാഗങ്ങൾ സൈന്യവുമായി ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് പ്രത്യേക വിഭാഗമായി നിന്നുകൊണ്ട് തന്നെയാണ് പോരാട്ടം നടത്തുന്നത്. പക്ഷേ ഏകോപനത്തിന് വേണ്ടി IRGC തന്നെയാണ് മുന്നിട്ടിറങ്ങുന്നതും, എല്ലാ കാര്യങ്ങളുടെ ഏകോപനത്തിന് വേണ്ടി. അപ്പോൾ ഈ സംവിധാനമൊന്നും അമേരിക്കയ്ക്ക് അത്ര പരിചിതമായ ഒരു സംവിധാനമല്ല. അപ്പോൾ ഇറാൻ ഗിയറപ്പ് ചെയ്തത് ആ രീതിയിലാണ്. അതുകൊണ്ടാണ് സമാധാന സംഭാഷണം നടക്കുമ്പോഴും ഇറാൻ അറിയാം എന്ത് അജണ്ടയാണ് മുന്നോട്ട് വയ്ക്കേണ്ടതെന്ന്. സമാധാനം ആരുടെ ടേംസിലായിരിക്കണം? ഇസ്രയേലിൻ്റെ ടേംസിൽ ആവരുത് എന്ന നിർബന്ധം ഇറാനുണ്ടായിരുന്നു. അമേരിക്കയുടെ ടേംസിൽ ആവരുത് എന്ന നിർബന്ധമുണ്ടായിരുന്നു. തങ്ങളുടെ ടേംസിൽ തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ചർച്ചയാവണം. ഇതുവരെ ചർച്ച നടത്തിയതെല്ലാം അമേരിക്ക മുന്നോട്ട് വെച്ച ആണവായുധങ്ങൾ ഉപേക്ഷിക്കണം, മിസൈലുകൾ ഉപേക്ഷിക്കണം, ഇങ്ങനെയുള്ള ചർച്ചകളായിരുന്നു. ഇപ്പോൾ ഹോർമൂസ് തങ്ങളുടെ അജണ്ടയാണ്, തങ്ങളാണ് ചെയ്തത്. മറ്റാരുമല്ല ഹോർമൂസ് അടച്ചത്, അല്ലെങ്കിൽ ഹോർമൂസിന് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇറാനാണ്. ഹോർമൂസിന് മേൽ ചുങ്കം ഏർപ്പെടുത്തിയത് ഇറാനാണ്. തങ്ങൾ മുന്നോട്ട് വെച്ച അജണ്ടകൾ അതിനെ പ്രതി ചർച്ചയുണ്ടാവണം. ഇതാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. അത് ഏതാണ്ട് പൂർണ്ണമായി സാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നിൽക്കുമ്പോൾ അഡ്വാൻറ്റേജ് ഇറാൻ എന്ന് കൃത്യമായി പറയാനാവും. അല്ല എങ്കിൽ പറയേണ്ടി വരും അമേരിക്കയുടെ ടേംസിൽ ഇറാൻ കൊമ്പ് കുത്തി സമാധാനത്തിന് വേണ്ടി യാചിച്ചു. ഇത് ട്രംപിൻ്റെ ഒരു വർത്തമാനമല്ലേ? ഇറാൻ സമാധാനത്തിന് വേണ്ടി കേഴുകയായിരുന്നു. ഇത് പറഞ്ഞ ഡൊണാൾഡ് ട്രംപാണ്. അങ്ങനെയല്ലായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ ട്രംപാണ് വിട്ടുവീഴ്ച ചെയ്ത് ഇറാനുമായി സമാധാനമാകാം. അപ്പോഴും പഴയ ഒരു കലാപരിപാടി ഉണ്ടല്ലോ, മുൻകാലങ്ങളിൽ ഈ ഡിസീവ് ചെയ്യുക, ചർച്ചയിലേക്ക് കൊണ്ടുപോയി ആടിനെ പ്ലാവിലെ കട്ടുന്നതിലൂടെ ചർച്ചയിലേക്ക് കൊണ്ടുപോയി അവസാനം ആടിനെ അറക്കാൻ പിടിക്കുന്നു. ആടുകളും ബുദ്ധിമാന്മാരായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഈ പ്ലാവല കാണിച്ചാൽ, സമാധാന ചർച്ച എന്ന പ്ലാവല കാണിച്ചാൽ അതുപോലെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഇറാൻ എന്ന ആട് കുഞ്ഞാടല്ല മുട്ടനാടായി മാറിയിരിക്കുന്നു. അവിടെയാണ് മാറ്റം. അമേരിക്ക ഉദ്ദേശിച്ച ഒരു പ്രതികരണമല്ല യുദ്ധത്തിൽ ഉടനീളം ഇറാനിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ സമാധാന ചർച്ചകൾ വരുമ്പോൾ അവിടെയും മുൻപ് ചർച്ച ചെയ്തത് ഇറാൻ അല്ല. ഇന്നത്തെ ഇറാൻ, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പത്തെ ഇറാൻ അല്ല. യുദ്ധം നിർത്തിവെച്ചിരിക്കുന്ന ഈ ഘട്ടത്തിലെ ഇറാൻ ഒരു റിന്യൂഡ്, റിജുവിനേറ്റഡ്, റിഫൈൻഡ്, റിഫോംഡ് ഒരു ഇറാൻ ഇപ്പോഴുണ്ട്. ആ ഇറാൻ ബലഹീനമായിരിക്കുന്നു, ശരിയാണ്. അമേരിക്കയും അതുപോലെ ബലഹീനമായിരിക്കുന്നു. അമേരിക്കയുടെ പ്രഹരശേഷി ഒരു പരിധിയിൽ കൂടുതൽ ഉണ്ടാവില്ല എന്ന് ലോകത്തിന് ബോധ്യമായി. അതുകൊണ്ട് ഇപ്പോൾ ലോകം വളരെ നിശ്വാസം മുതിർക്കുകയാണ്. അമേരിക്ക ഉദ്ദേശിക്കുന്നിടത്ത് മാത്രം എല്ലാം പിടിച്ചു കെട്ടാനാവും എന്ന ചിന്തയിൽ നിന്നും എല്ലാം പിടിച്ചു കെട്ടാനാവില്ല.
ഇറാനെ പരാജയപ്പെടുത്താനാവില്ല എന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങൾ എ സൈ ഓഫ് റിലീഫ്, അതാണ് മറ്റ് രാജ്യങ്ങൾക്ക്. ആരും ഉള്ളാലെ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ പോലും അമേരിക്ക പൂർണ്ണമായി നിയന്ത്രിക്കുന്ന ഒരു ലോകക്രമം ആഗ്രഹിക്കുന്നില്ല. അത് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് വാസ്തവം. പക്ഷെ തൽക്കാലം നിവൃത്തിയില്ലല്ലോ, അമേരിക്കയോട് ചേർന്ന് നിന്നെങ്കിലല്ലേ പറ്റൂ. അതുകൊണ്ടാണ് അവിടെ ഹോർമൂസ് തന്നെയാണ് ഇവിടെ കേന്ദ്ര ബിന്ദുവായി വന്നിരിക്കുന്നത്. ഹോർമൂസ് തന്നെയാണ് താരം. ഇവിടെ നോക്കൂ, ലിയോ 14 മാർപ്പാപ്പ ഉൾപ്പെടെ രംഗത്ത് വരുന്നൊരു കാഴ്ച കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ. ലിയോ 14 മാർപ്പാപ്പയുടെ അമേരിക്കയിലേക്കുള്ള യാത്ര ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് വരുന്നൊരു പോപ്പാണെന്ന് ഓർക്കണം ലിയോ 14. പക്ഷേ ലിയോ 14 പോപ്പിൻ്റെ പല പ്രസ്താവനകളും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് അനുകൂലമായിട്ടല്ല. വേറിട്ടൊരു ചിന്ത വേണം, വിതരണാത്മകമായ ലോകം വേണം, അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കണം എന്ന മട്ടിൽ തന്നെയാണ് മാർപ്പാപ്പ സംസാരിച്ചത്, പോപ്പ് ലിയോ 14 സംസാരിച്ചത്. ഇപ്പോൾ പോപ്പിനോട് അപേക്ഷയുമായി എത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. തങ്ങളുടെ താല്പര്യങ്ങൾ വത്തിക്കാൻ്റെ പ്രതിനിധിയെ അമേരിക്ക വിളിച്ചു വരുത്തി. അമേരിക്കയുടെ താല്പര്യങ്ങൾക്കെതിരെയുള്ള പ്രസ്താവനകൾ പോപ്പിൽ നിന്നും വരരുത്, വത്തിക്കാൻ സഹകരിക്കണം. വത്തിക്കാൻ സഹകരിക്കുക എന്ന് പറയുന്നത് തീരെ ചെറിയ രാജ്യമായ ഈ ട്രോമിൻ്റെ നടുക്കുള്ള വത്തിക്കാൻ എന്ന ചെറിയ പ്രദേശത്ത് സഹകരിക്കണമെന്നല്ല അർത്ഥം. ആഗോള കത്തോലിക്ക സഭ, ആ കത്തോലിക്ക സഭയ്ക്ക് പ്രാധാന്യമുള്ള എത്രയോ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കയിൽ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും കത്തോലിക്ക രാജ്യങ്ങളാണ്. ബ്രസീൽ, അർജന്റീന, ചിലി, പരാഗ്വേ, ഉറുഗ്വേ, ഈ രാജ്യങ്ങളെല്ലാം വെനിസുല പിടിച്ചെടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കത്തോലിക്ക പ്രഭാവം അവസാനിക്കുന്നില്ല. ദക്ഷിണ യൂറോപ്പിലെ രാജ്യങ്ങൾ, ഇറ്റലി, ഫ്രാൻസിൻ്റെ ഒരു ഭാഗം, സ്പെയിൻ, പോർച്ചുഗൽ, ഇതെല്ലാം കത്തോലിക്ക രാജ്യങ്ങളാണ്. അപ്പോൾ കത്തോലിക്ക രാജ്യങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് അത് വെസ്റ്റേൺ ക്യാമ്പിൽ നിൽക്കുന്നവരാണ് അവരും. ആംഗ്ലോ സാക്സൺ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സിൻ്റെ മാത്രം വിജയമായി ട്രംപിൻ്റെയും അമേരിക്കയുടെയും വിജയം ആഘോഷിക്കുന്നതിനോട് ലോകം അനുരൂപമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. ഒന്ന് വിജയമല്ലത്, പരാജയത്തോളം പോകുന്ന ഒരു സമനിലയാണ്. അത് വിജയമെന്ന് പറയുന്നത് ഒരു ട്രംപ് പറഞ്ഞു നിൽക്കാൻ വേണ്ടി പറയുന്ന ചില കാര്യം, ജാള്യത മറക്കാൻ പറയുന്ന കാര്യങ്ങളാണ്. ഇവിടെ ആക്രമണം നടത്തിയത് അമേരിക്കയും ഇസ്രായേലും ആയതുകൊണ്ട് ആക്രമണ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനായില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം പരാജയമെന്നാണ് അർത്ഥം. ഇറാന് പിടിച്ചു നിൽക്കാനാവുന്നു എങ്കിൽ അതിനർത്ഥം വിജയമെന്ന് തന്നെയാണ്. ഇറാനല്ലല്ലോ ആക്രമിക്കാൻ പോയത്, അമേരിക്കയും ഇസ്രായേലും അല്ലേ. അപ്പോൾ വിജയപരാജയങ്ങൾ എന്നത് വളരെ ചെറിയ ബാലിശമായ കാര്യങ്ങളാണ്. ഒരു യുദ്ധത്തിലും പൂർണ്ണമായ വിജയം ഒരു കക്ഷിക്കും ഉണ്ടാവില്ല, പൂർണ്ണമായ പരാജയം ഉണ്ടാവുന്നില്ല. ഇവിടെ പ്രഖ്യാപിത നിലപാടുകൾ നേടിയെടുക്കാൻ കഴിയാത്രത്തോളം കാലം പദ്ധതി പരാജയപ്പെട്ടു. രാജ്യം പരാജയപ്പെട്ടു എന്നല്ല, യുദ്ധം പരാജയപ്പെട്ടു എന്നല്ല, ആ സ്കീം ഓഫ് തിങ്സ് പരാജയപ്പെട്ടു. ഇറാൻ സർവൈവ് ചെയ്യുന്നതിലൂടെ, ചർച്ചയിലേക്ക് നയിക്കപ്പെടുന്നു എന്നതിലൂടെ, ഇറാൻ്റെ ടേംസിൽ കൂടി ചർച്ച ചെയ്യാൻ സാധിക്കുന്നതിലൂടെ ഇറാൻ ആത്യന്തികമായി ധാർമ്മിക വിജയം നേടിയിരിക്കുന്നത് ഇറാനാണെന്ന് കാണാം.